നമസ്തേ. കശ്മീരിലെ സകല മുസ്ലിം പാർട്ടികളും ഒന്നിച്ചുകൂടി കശ്മീരിൽ പിന്നാക്കക്കാർക്ക് സംവരണം കൊടുത്തതിനെതിരെ സമരം ചെയ്യുന്നു. നാഷണൽ കോൺഫറൻസ് ശ്രീനഗർ MP രുഹുള്ള മെഹ്ദി സപ്പോർട്ട് നൽകി PDP, അവാമി ലീഗ്, ഹുരിയത്ത് കോൺഫറൻസ്. ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്നപ്പോൾ കാശ്മീരിൽ ദളിതർക്കും OBCക്കും സംവരണം ഇല്ലായിരുന്നു. മോദി ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. അപ്പോൾ പിന്നാക്കക്കാർക്ക് സംവരണം കിട്ടി. ഇപ്പോൾ പിന്നാക്കക്കാർക്ക് സംവരണം കൊണ്ടുവന്നതിനെതിരെയാണ് അവിടെ സമരം നടക്കുന്നത്. കാശ്മീരിൽ മുസ്ലിം സംഘടനകൾ ഈ സംവരണ വിരുദ്ധ സമരം നടത്തുന്നത് കേരളത്തിലെ ഒരു മീഡിയയും അറിഞ്ഞോ? ഇല്ല, അറിയിച്ചില്ല. അല്ലെങ്കിൽ അവർ വാർത്ത മുക്കി എന്ന് തന്നെ പറയാം. കാരണം അംബേദ്കർ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നാടകം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ സഖ്യകക്ഷി കാശ്മീരിൽ ദളിതർക്ക് സംവരണം കൊടുത്തതിനെതിരെ സമരം ചെയ്യുകയാണ്. ഇവന്മാർ ഞമ്മന്റെ രാജ്യം ഉണ്ടാക്കണം, ഇവിടെ നമ്മൾ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞാണ് നടന്നത്. അപ്പൊ പിന്നെ ഈ ദളിതന്മാർക്ക് സംവരണം കൊടുത്താൽ നമ്മൾ കാക്കാന്മാര് സഹിക്കുവോ? മുസ്ലിം സംഘടനകളുടെ ദളിത് സ്നേഹം അറിയണമെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീരിൽ തന്നെ നിങ്ങളൊന്ന് ചെല്ലണം. അവിടെ ഇതുവരെ പിന്നോക്കക്കാർക്ക് ഒരു സംവരണവും കൊടുത്തിട്ടില്ല. അവരുടെ മുസ്ലിങ്ങൾക്ക് ഇടയിൽ ഉള്ള ജീവിതം തന്നെ അരക്ഷിതാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ മോദി ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ പിന്നാക്ക സംവരണം കൊണ്ടുവന്നപ്പോൾ മുസ്ലിം സംഘടനകളും മതവെറി തലയ്ക്ക് പിടിച്ചവന്മാരും അതിനെതിരെ സമരം ചെയ്യുന്നു. മെറിറ്റ് അനുസരിച്ച് വേണം നിയമവും പഠനവും എന്നാണ് ഇവരുടെ ആവശ്യം. അതായത് ഞമ്മന്റെ ആൾക്കാർക്ക് മാത്രം മതി പഠനവും ജോലിയും ഒക്കെ എന്ന്.